കൂടെ നിന്ന് പണി തന്നിട്ട് പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ കൂടെ നിന്ന് പണി കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? രണ്ടും ഉണ്ടാവും അല്ലേ നമുക്ക്. ഇത് രണ്ടും നമ്മുടെ കൂടെയുള്ള അനുഭവങ്ങളാണ്. നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും നമുക്ക് ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് മനുഷ്യരുടെ കൂടെ നമ്മളല്ലേ നമ്മുടെ കട്ടയ്ക്ക് നിൽക്കും. ശരിക്കും അതാണ് നമ്മളെ ഓരോ മനുഷ്യൻ്റെ ശക്തിയും പ്രചോദനം എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന പണിയാത്ത മനുഷ്യരാണ് ശരിക്കും നമുക്ക് വേണ്ടത്. ഇപ്പോൾ എല്ലാ ആളുകളെയും നമ്മൾ ഭയങ്കര സംശയത്തോട് നോക്കുക. ഇപ്പം ഞാൻ നിന്നെ സംശയത്തോടെ നോക്കുന്നല്ലേ, ഇപ്പോൾ അജയെ സംശയത്തോടെ നോക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളെ നമ്മളിങ്ങനെ സംശയത്തോടെ നോക്കുകയാണ് എന്നുകൊണ്ട് അത്ര നല്ല സ്വഭാവം അല്ല. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും വിശ്വസ്തരാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവരെയും നമ്മളിങ്ങനെ ഭ്രാന്തമായും അന്ധമായിട്ടൊക്കെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പണി കിട്ടും. അപ്പോൾ അവിടെ നിന്നൊരു പണി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അതോടുകൂടി പിന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റാണ്ട അല്ലേ. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. പിന്നെ നമ്മൾ എല്ലാവരെയും അല്ലേ, എല്ലാത്തിനെയും പിന്നെ അങ്ങോട്ട് നമുക്ക് സംശയത്തോടെ നോക്കി കാണാൻ തുടങ്ങും. ഈ പണികൾ നമ്മൾ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആളുകളുടെ നിന്നാകുമ്പോഴോ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ആരെയും വിശ്വസിക്കാനോ പ്രതീക്ഷിക്കാനോ ഒക്കെ പറ്റാതെ ആവും. ആളുകളെ അറിയുക, മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു നോബിൾ ആർട്ടാണ്, അതൊരു കലയാണ്. നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കുന്നത്, അത് പഠിക്കണം. അപ്പം നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ കഴിവ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ, അത് മാത്രം നമ്മൾ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളവരുടെ പരിമിതി നമ്മുടെ പരിമിതിയല്ല, അവരുടെ പരമാവധി നമ്മുടെ പരമാവധിയല്ലല്ലോ. അപ്പോൾ നമുക്ക് ഓരോ മനുഷ്യൻ്റെയും പരിമിതികളെയും പരമാവധികളെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. ആളുകളിൽ നമ്മൾ അമിതമായിട്ട് പ്രതീക്ഷിക്കുന്നിടത്ത് നമുക്കെന്തുണ്ടാവും, സങ്കടം ഉണ്ടാവും അല്ലേ. നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് വല്ലാതെ സങ്കടം ഉണ്ടാവും. അപ്പോൾ ആളുകളിൽ നിന്ന് അയാൾക്ക് അത്രയേ കഴിയൂ എന്ന്, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇത്രയൊക്കെ കഴിയും എന്ന് നമുക്കിങ്ങോട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ പ്രശ്നം തീരും. അപ്പോൾ പരമാവധി നമ്മുടെ കൂടെയുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അല്ലെ ആ കെമിസ്ട്രി, അത് നമുക്ക് തൊട്ട് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. പണിയെന്നവർ പണിതട്ടെ, നമുക്ക് പണിയായിരുന്നാൽ പോരെ അല്ലേ. തുറന്ന മനസ്സോടെ അകക്കണ്ണുകളോടുകൂടി കാര്യങ്ങളെ കാണാൻ, ധാരണകളെ കുറച്ചും കൂടി മികച്ചതാക്കി മുൻവിധികളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഒത്തുചേർന്ന് പോകാൻ നോക്കുകയും അത് ഭയങ്കര രസമാണ്. ഒന്നായി പോകുന്നതിൻ്റെ ആ ഒരു ഭംഗിയും സന്തോഷവും മനോഹാരിതയും നമുക്ക് വേറെ എവിടെയൊന്നും കിട്ടില്ല.